വയനാട്ടിലെ കോൺഗ്രസ് വലിയ ഒരു തട്ടിപ്പുകാരുടെയും വെട്ടിപ്പുകാരുടെയും അധോലോക സംഘത്തിൻ്റെയും റിയൽ എസ്റ്റേറ്റുകാരുടെയും നേതൃത്വത്തിലായിപ്പോയി. എല്ലാവരും പരസ്പരം കാശുണ്ടാക്കാൻ വേണ്ടി വെട്ടിപ്പിടിച്ച് കാശുണ്ടാക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തനം. പൊതുപ്രവർത്തനത്തെ അപമാനിക്കുകയാണ് വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം. പ്രിയങ്ക ഗാന്ധി എം പി ഇവിടെയുണ്ട്. പ്രിയങ്ക ഗാന്ധി അവരുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞാണ് എല്ലാ കടവും ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ്. ഞാൻ മനസ്സിലാക്കിയത് കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ മുള്ളംകൊല്ലിയിൽ ആത്മഹത്യ ചെയ്തല്ലോ. പ്രിയങ്ക ഗാന്ധി ഒന്ന് പോയി നോക്കണ്ടേ? അവർക്ക് വോട്ടിന് വേണ്ടിയിട്ട് ഈ നാട് മുഴുവൻ വോട്ട് അഭ്യർത്ഥിച്ച് നടന്ന ആളല്ലേ മരിച്ചു പോയിരിക്കുന്നത്? ആത്മഹത്യ കൊലയ്ക്ക് കൊടുക്കുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തെ മരണമാണ്. കൊലപാതകം എന്നാണ് പറയേണ്ടത്, പക്ഷേ ആത്മഹത്യയാണ് വയനാട്ടിൽ നടന്നുവരിക്കുന്നത്. എന്നിട്ടും KPCC നേതൃത്വം ഒരു നടപടി സ്വീകരിക്കുന്നില്ല. പ്രിയങ്ക ഗാന്ധിക്കാവട്ടെ ദേശീയ നേതാവ് എന്ന നിലയ്ക്ക് അവർ MP ആണ്. ആ അർത്ഥത്തിൽ അവർക്ക് ഇടപെടാൻ വേണ്ടി കഴിയണം. ഇങ്ങനെയുള്ള സംഘത്തെ ആകെ തീറ്റിപ്പൊറ്റി വളർത്തുന്നതിന് ആർക്ക് വേണ്ടിയാണെന്ന് കോൺഗ്രസ് ആലോചിക്കണം. ജീർണിച്ച മുഖമാണ് കോൺഗ്രസിനുള്ളത്. ജീർണതയിൽ തകർന്നുപോയ ഒരു കോൺഗ്രസ് നേതാവ്. സാധാരണക്കാർക്കൊന്നും ആ പാർട്ടിക്കകത്ത് നിൽക്കാൻ കഴിയുന്നില്ല. ശത്രുക്കളെ പോലെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത്. ആളുകളെ ശത്രുക്കളെ പോലെ പെരുമാറുകയാണ് ഒരു പാർട്ടിയിലെ പ്രവർത്തകരോട് പരസ്പരം. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തകരാണ്. ഒരു MLAക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പഞ്ചായത്ത് മെമ്പർ മരിച്ചുപോയി, ആത്മഹത്യ ചെയ്തു. ആ വീട്ടിൽ പോകാൻ MLAക്ക് കഴിയുന്നില്ല. MLA ടൗണിൽ വന്നു പോയിട്ട് വീട്ടിൽ പോകാതെ തിരിച്ചു പോവുകയാണ്. എന്ത് പാർട്ടിയാണ് ഇവർക്ക്? കൊണ്ട് വയനാട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞങ്ങൾ സംഘടനാപരമായ അഭിപ്രായമൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അവർക്കൊക്കെ MLA ആയിട്ട് ഇരിക്കാനുള്ള യോഗ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാതൃകാപരമായിട്ടുള്ള ജീവിതം നയിക്കേണ്ടവരല്ലേ MLAമാർ ജനങ്ങൾക്ക് വേണ്ടി? ഈ രീതിയിൽ ചെയ്താൽ എന്ത് MLA ഉത്തരവാദിത്തമാണ്? അതിനേക്കാളും വലിയ പങ്ക് വഹിച്ച ആൾ അവിടെയുണ്ട്. പിടിച്ചതിനേക്കാളും വലിയ മാളത്തിൽ പറഞ്ഞ പോലെ വലിയ വിഷയങ്ങളാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇത് വളരെ ഗുരുതരമായൊരു വിഷയമാണ്. നമ്മൾ നാടൊന്നിച്ച്, ജനങ്ങളും അതുപോലെ തന്നെ നിങ്ങളും എല്ലാവരും ഒന്നിച്ച് ഈ തെറ്റായ കാര്യങ്ങൾക്കെതിരായിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയണം. CPMൻ്റെ നിലപാട്, ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടൊക്കെ എന്ന് പറയുന്നത് ഈ ജീർണ രാഷ്ട്രീയമായിട്ട് ഒരു സന്ധിയുമില്ല. അത് സന്ധി ചെയ്യാൻ വേണ്ടി കഴിയാത്തതാണ്. അതിനെ നമുക്ക് തുറന്നു കാണിക്കാൻ വേണ്ടി കഴിയണം. നാളെ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കഴിയണം. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചു പോയി എന്നുള്ള ഏക കാരണത്താൽ 5 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. PV ജോൺ, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഓഫീസിലാണ് കെട്ടിത്തൂങ്ങി മരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് KL പൗലോസും പിന്നെ മാനന്തവാടിയിലുണ്ടായിരുന്ന ഒരു വനിതാ നേതാവുണ്ട്. അവർ രണ്ടുപേരുടെയും പേരാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കേസൊന്നും ഇല്ലാത്തതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതൊക്കെ പിന്നെ തേച്ചു മാച്ച് കളഞ്ഞു. അന്ന് UDF ഭരണമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് രാജേന്ദ്രൻ നായർ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. KPCC സെക്രട്ടറി ആയിരുന്നു അബ്രഹാം. അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് കടമെടുത്തു. 1 ലക്ഷം ഇദ്ദേഹത്തിന് കൊടുത്തു. ബാക്കി മുഴുവൻ അദ്ദേഹം തട്ടിയെടുത്തു. എന്തെങ്കിലും നടപടിയുണ്ട് ഇപ്പോഴും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ കുടുംബത്തിന് രാജേന്ദ്രൻ നായർ പോയി എന്നല്ലാതെ. പിന്നീടാണ് അച്ഛനും മകനെ കൊന്ന് അച്ഛൻ ആത്മഹത്യ ചെയ്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആ വീട്ടിലാണ് മറ്റൊരു ആത്മഹത്യാ ശ്രമം കൂടി നടന്നതെന്ന് നമ്മൾ വളരെ ഉറക്കെ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള നിയമപരമായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും, നിയമത്തിൻ്റെ മുമ്പിൽ ഈ കാര്യങ്ങൾ എന്തെല്ലാം കൊണ്ടുവരാൻ വേണ്ടി കഴിയും തുടങ്ങിയ കാര്യങ്ങൾ, പത്മയുടെ മൊഴിയും കാര്യങ്ങളുമെല്ലാം പോലീസ് എടുത്തിട്ടുണ്ട്. നിയമപരമായ കാര്യങ്ങളും ആ വഴിക്ക് നീങ്ങാം. ധാർമ്മികമായി, സാമൂഹ്യമായി ഈ തെറ്റായ അധോലോക സംഘം അല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവരല്ല, കാശുണ്ടാക്കാനുള്ളതല്ല രാഷ്ട്രീയ പ്രവർത്തനം. ആ അർത്ഥത്തിലേക്കാണ് ഇതൊക്കെ അധപ്പതിച്ചു പോയിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ഉണർന്ന് ചിന്തിക്കാനും നമുക്ക് കഴിയണം. നിയമപരമായ എല്ലാ കാര്യങ്ങളും ഉറപ്പാക്കുകയും വേണം.